മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തില് ബീഫ് കഴിക്കാൻ ആക്രോശിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ കേട്ടില്ലേ? അനു ബീഫ് കഴിക്ക്. അപ്പൊ പറയുന്നു ഡയറ്റ് ആയിട്ടാണ്, എനിക്ക് വേണ്ട. ഡയറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ BJP ആയിട്ടാണോ എന്ന് എടുത്ത് ചോദിക്കുക. എന്റെ ലളിതമായിട്ടുള്ള ആദ്യത്തെ ചോദ്യമാണ്. ഇതേപോലെ ഷിയാസ് കരീം ബിഗ് ബോസിലൂടെ അറിയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഷിയാസ് കരീം ഏതെങ്കിലും ഒരു മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയോട് ഇന്ന പേര് വിളിച്ചിട്ട് പന്നി കഴിക്കുന്നേ പന്നി കഴിക്ക് എന്നിട്ട് അവര് പറയാണ് താല്പര്യമില്ല എന്ന് പറയുമ്പോ അതെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ മുസ്ലിം ലീഗ് ആയിട്ടാണോ എന്ന് ചോദിക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ആയിട്ടാണോ, UDF ആയിട്ടാണോ, കോൺഗ്രസ് ആയിട്ടാണോ എന്ന് ചോദിക്കൂ, അല്ലെ CPM ആയിട്ടാണോ എന്ന് ചോദിക്കൂല. ഇവരൊക്കെ ഒരു വർഗീയവാദിയാ, നല്ല ഒന്നാന്തരം സുഡാപ്പിയ. ഇത് വെറുതെ ഒന്നും പറയുന്നല്ല. ഇവൻ നിരന്തരം ഇത് തന്നെയാ പണി. നിരന്തരം ഓരോ ആളുകള് ഏതെങ്കിലും ഒരു അഖിൽമാരാർ BJP സ്ഥാനാർത്ഥിയായി പോയി പറയും അപ്പൊ മുസ്ലിങ്ങളോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ത് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവനോടെ മുസ്ലിങ്ങളെ അട്ടിപ്പേർ അവകാശം എടുക്കാൻ പറഞ്ഞ് ഇവരൊക്കെ ഒരു സുഡാപ്പിയ. നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളുടെ ഒരു സെലിബ്രിറ്റി നേതാവ്. എത്ര നെറികെട്ടവനാണെന്നോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണോ, ഈ അനുവിനോട് ഈ പറയുന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ട്. അപ്പൊ ഇവന്റെയൊക്കെ കൂടെയുള്ള പെൺ സുഹൃത്തുക്കളോട് ഇവരൊക്കെ എത്രത്തോളം ബീഫൊക്കെ കഴിപ്പിക്കാനൊക്കെ നിർബന്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇതൊന്നല്ലേ തെളിവ് കാണുന്നുള്ളൂ. ഇത് സകല മലയാളികളും തിരിച്ചറിയണോ. ഇവിടെ ബീഫ് ഒന്നും കഴിക്കാൻ ആരും നിർബന്ധിക്കാറില്ല എന്ന് പറഞ്ഞ് വാദിച്ച് നടന്നവരുടെ മണ്ടക്ക് കൂടിയാണ് ഇവർ അടിച്ചിട്ടുള്ളത്. ഇതിപ്പോ എക്സിലൊക്കെ വലിയ പ്രചരണം, ഇതിപ്പോ രാജ്യം മൊത്തം പ്രചരണം നടക്കുക. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതൊന്നും കേൾക്കില്ല, ഇതിനെതിരെയൊക്കെ കണ്ണടച്ച് അവരങ്ങ് പോകും. പക്ഷെ ഇതിപ്പോ സോഷ്യൽ മീഡിയയില് ഈ രാജ്യം ഒന്നടങ്കോ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരാള് ആക്രോശിക്കുക, ഒരാള് വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് വേണ്ട എന്ന് തന്നെ ആയിരിക്കും. അത് ഡയറ്റോ എന്ത് കാരണമായിക്കോട്ടെ, ഇനി BJPയോ ഇതൊരു ഹിന്ദു ആയിട്ടുള്ള ഒരാള്, ഇതിനൊക്കെ അവരുടെ ആരാധനയെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് പലരും ഇതൊന്നും കഴിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനാണ് അവരെ നിർബന്ധിക്കാൻ ഷിയാസ് കരീം ഒക്കെ രംഗത്തെത്തുന്നത്? ഏതെങ്കിലും, എന്റെ ലളിതമായ ചോദ്യ, ഏതെങ്കിലും ഒരു മുസൽമാനോട് ഇന്നേ വരെ ആയിട്ട് പന്നി കഴിച്ചിട്ടുണ്ടോ, കഴിക്കോ എന്ന് ഇവരൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കൂല. അതാണ് ഇവന്റെ ഉള്ളിന്റെ ആ ഒരു അതായത് ഒരു ഭാഗത്തുള്ള സകലതിനെയും കളിയാക്കുന്നതിനെയാണ്, സകലതിനെയും വെറുപ്പോട് കൂടി നോക്കുന്നതിനെയാണ് ഈ ഷിയാസ് കരീം എന്നൊക്കെ പറയുന്നത്. മറുഭാഗത്തെ ആരാധനയെ, മതവിശ്വാസങ്ങളെ പുല്ല് വില കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തരാം. ഈ അനു എന്നൊക്കെ പറയുന്നത് ഇവന്റെയൊക്കെ സുഹൃത്തായിട്ടാണ് നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാറുള്ളത്. നമ്മളൊന്നും ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. പക്ഷെ ഓൺലൈനിലൂടെയൊക്കെ തന്നെ ഈ ന്യൂസ് ചാനലുകളിലൊക്കെ തന്നെ കാണുന്ന സമയത്ത് ഇവരൊക്കെ ഒരു സുഹൃത്തായിട്ടാണ് കാണാറുള്ളത്. എന്ന് മുതലാണ് ഈ അനുവിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഈ ഷിയാസ് കരീം ഒക്കെ? നരേന്ദ്രമോദി നല്ല ആളാണ് ഇതൊക്കെ പറഞ്ഞത് മുതൽ ഞാനതൊന്നും ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ബിഗ് ബോസ് താരം തന്നെയാണ് അനുമോളും. നിങ്ങൾ അതൊന്ന് കേട്ടു. എനിക്ക് ഈ പറയുന്ന നമ്മുടെ BJP എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ സുരേഷ് ഗോപി സാറിന് ഇഷ്ടമാണ്, പോട്ടെ നരേന്ദ്രമോദി സാറിന് എനിക്ക് ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ എനിക്ക് കാണാൻ വലിയ ട്രിവാൻഡ്രത്ത് തോന്നുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി ലൈഫിൽ എപ്പോഴെങ്കിലും എനിക്ക് കാണുന്ന വലിയ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ കൃഷ്ണകുമാർ സാർ, നമ്മുടെ ദിയ കൃഷ്ണയുടെയൊക്കെ അച്ഛൻ, പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഉണ്ണി മുകുന്ദനും നമ്മുടെ അഖിൽമാരാർ ചേട്ടനും പിന്നെ നമ്മുടെ വിവേക് ഗോവൻ, ഇവരൊക്കെ BJPയിലുള്ളവരാണ്. ഇവരൊക്കെ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളാണ്. ആരെന്ത് ചെയ്താലും നന്നായി പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്ര അത് സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പൊ അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, നല്ലത് ചെയ്യുന്നവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? അനുമോള് വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി, സുരേഷ് എണ്ണി പറയാ, ഇവരൊക്കെ നല്ലത് ചെയ്യുന്നു, സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്താൽ ആരായാലും നമ്മൾ അംഗീകരിക്കും. വളരെ അന്തസ്സോടുകൂടി വളരെ നിലവാരത്തിൽ അത് പറയുന്നത്. ഇതിന് ശേഷമാണ് പിന്നീട് ഈ പറയുന്ന ഷിയാസ് കരീം ഒക്കെ ടാർഗറ്റ് ചെയ്യുക. ഇതിപ്പോ നേരെ തിരിച്ച് തങ്ങളോ പാണക്കാട് തങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ നല്ലതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ
ആ സമയം മുതൽ മൂരികളാണ്, മൂരി 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 എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവർ നടക്കുന്നുണ്ടോ? പക്ഷെ നരേന്ദ്രമോദി നല്ലതാണ്. അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി ഇവരൊക്കെ ആരെങ്കിലും നല്ലതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വലിയ രീതിയിൽ ടാർഗറ്റ് അവിടെ വലിയ രീതിയിൽ പല രീതിയിൽ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ബീഫൊക്കെ കഴിപ്പിക്കാൻ ആക്രോശിക്കുക. ഷിയാസ് കരീം ഇത് മാത്രമൊന്നുമല്ല, മറ്റൊരു വാർത്ത ഇവിടെ കൊടുക്കുക. ഇവൻ ഇത് തന്നെയാണ് പണി. മറ്റൊരു വാർത്തയാണ്, അതായത് അഞ്ജലി നായർ ഉണ്ടല്ലോ, നടി അഞ്ജലി നായർ. അഞ്ജലി ചേച്ചി ആരോ പറഞ്ഞു പറ്റിച്ചു, പാർട്ടിയിൽ കയറ്റിയതാണ്. അതായത് ഇവര് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് BJP മാത്രം ടാർഗറ്റ് ചെയ്ത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മത പാർട്ടി ഇവര് മതേതര പാർട്ടിയാണ്. ലോകത്ത് ആരെങ്കിലും അത് അംഗീകരിക്കോ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതത്തിന്റെ പേരിലുള്ള ഒരു പാർട്ടി മതേതര പാർട്ടിയാണത്. ഒരു ബോധമുള്ള ഒരു മനുഷ്യൻ അംഗീകരിക്കില്ല. പക്ഷെ ഇവര് മുസ്ലിം ലീഗ് ഇതൊക്കെ ഇവന്റെ മതേതര പാർട്ടിയാണ്. BJP എന്ന് പറയുമ്പോഴേക്ക് വർഗീയത. ഇത് കേട്ടില്ല നിങ്ങള്? അഞ്ജലി ചേച്ചി ആരോ പറഞ്ഞു പറ്റിച്ചു. ഓ ഭാഗ്യം, നാളെ ഇവൻ നരേന്ദ്രമോദി ആരോ പറഞ്ഞു പറ്റിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കിയതാണ് എന്നൊന്നും പറയാതിരുന്നതിന് ഇവരോടൊക്കെ ആ ഒരു നന്ദി രേഖപ്പെടുത്തുന്നത് അജാതി വിവരക്കേടല്ലേ. ഇവർ ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു സ്ഥാനാർത്ഥിത്വം അഞ്ജലി നായർക്കൊക്കെ ലഭിക്കുന്നത് തന്നെയല്ലേ വലിയ മഹത്വം എന്ന് പറയുന്നത്. ഈ രാജ്യം അടക്കി ഭരിക്കല്ലേ, ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിത്വം ലഭിച്ചതിലേക്ക് പറ്റിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ എജാതി വിവരക്കേട്, എജാതി സുഡാപ്പികളുടെ അപ്പനായിട്ട് ജനിക്കണോ? ഇത് മലയാളികൾ തിരിച്ചറിയണം. ഈ ജാതി കുറെ മര ഊളകളുണ്ട്. ഈ ഷിയാസ് കരീമിനെയൊക്കെ ഇവരെന്തോ വലിയ സംഭവമാണ്. അതേസമയം രാജ്യം അടക്കി ഭരിക്കുന്ന ആളുകള്, രാജ്യം ഭരിക്കുന്ന പാർട്ടി വളരെ മോശമായെന്നൊക്കെ പറയും. ഇവരെന്തോ ഒരു നാണമില്ലേ? ഇവരോടൊക്കെ ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങളാണ്. ഈ 3.5 കോടിയിലും അധികം, 4.5 കോടിയിലും അധികം യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ മാത്രമുണ്ട്. അവരവിടെ സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ രാജ്യത്തെ സകല മുസ്ലിങ്ങളും സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ലോകത്ത് യുദ്ധഭീതി കാരണം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള ഇറാന്, ഇറാഖ്, സിറിയ, ബംഗ്ലാദേശ്, പാകിസ്ഥാന്, അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ഇങ്ങനെ ഏത് രാജ്യം എടുത്ത് കൊടുക്കട്ടെ, ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഈ കഴിഞ്ഞ പുണ്യ റമദാനിൽ പോലും ചെറിയ പെരുന്നാൾ ആഘോഷിച്ച സമയത്ത് പോലും അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഒരു സമാധാനമില്ലായിരുന്നു. ഒരു സമാധാനം, കാരണം യുദ്ധഭീതിയായിരുന്നു. യുദ്ധമാണ് ഇപ്പോഴും, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം BJP ഭരിക്കുന്ന, നരേന്ദ്രമോദി ഭരിക്കുന്ന, RSS ഭരിക്കുന്ന നമ്മുടെ ഭാരതത്തിലെ മുസ്ലിങ്ങൾ സമാധാനത്തിൽ, സൗകര്യത്തിൽ, സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതൊക്കെ കുളന്തോണ്ടാണ് ഈ ഷിയാസ് കരീമിനെ പോലെയുള്ള സുഡാപ്പികൾ ഇവിടെ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഇത് ബോധമുള്ള മുസ്ലിം സമൂഹം ഈ ഷിയാസ് കരീമിനെ പോലെയുള്ള ഈ മര ഊളകളെയൊക്കെ പുച്ഛിച്ചു തള്ളണം. പന്നി കഴിക്കാൻ ഒരാളോട് പറയുന്ന ആ പറയുന്നത് കേട്ടാൽ ആ മതവിശ്വാസിയായിട്ടുള്ള അതിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത്, അതേപോലെ തന്നെയാണ് ബീഫ് കഴിക്കാൻ താല്പര്യമില്ലാത്ത മറ്റൊരാളോട് അത് പറയുമ്പോൾ എന്നാണ് ഈ ഈ ഷിയാസ് കരീമിനൊക്കെ ഒരു ബോധം വെക്കുക. ഇതൊരു ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇന്നലകളിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാളുകളിൽ കഴിക്കാൻ മതി. പക്ഷെ വിശ്വാസത്തിന്റെ പരമായിട്ടോ എന്തിന്റെ പേരിലായാലോ ആ സമയത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനെ ആക്രോശിക്കാനൊക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് സുഹൃത്താണ് എന്നൊക്കെ പറയുമ്പോൾ അത് പൊതു പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ വരുമ്പോ ഇവരൊക്കെ ഉള്ളിലൂടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹം, മലയാളികൾ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇവരെ കുറിച്ചൊക്കെ ഒരുപാട് തൊട്ടിക്കേസ് ഉണ്ട്. അങ്ങനെയാണല്ലോ, തൊട്ടിക്കേസ് എന്തുണ്ടെങ്കിലും ആ തൊട്ടിക്കേസ് വായിക്കാൻ BJPയുടെ തലയിലേക്ക് തോന്നിയത് വിളിച്ചു പറയാം. എന്നിട്ട് മാന്യനായി ശ്രമിക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട്. ചില ഈ ഊള കേസിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇവരുമായി ബന്ധപ്പെട്ട ഊള കേസൊന്നും എടുത്ത് മുന്നോട്ട് വെക്കാത്തതും. ഇവരൊക്കെ ഒരു പച്ച വർഗീയവാദിയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.